ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികളും മറ്റാരോഗ്യ പ്രശ്നങ്ങളും നേരത്തെ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ദോസ്ത് ബിയോണ്ട് ദ ബോർഡേഴ്സ് മൈഗ്രന്റ് സ്ക്രീനിംഗ് പരിപാടിക്ക് തുടക്കമായി. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നിർവഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. പരിപാടിയുടെ ആദ്യഘട്ടമായി മൈഗ്രന്റ് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥാപന ഉടമകളുടെയും സൂപ്പർവൈസർമാരുടെയും യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ പുതിയതായി പഞ്ചായത്തിലെത്തുന്ന എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിന്റെയും അവരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിനെ 24 മണിക്കൂറിനകം അറിയിക്കേണ്ടതിന്റെയും പ്രാധാന്യം വിശദീകരിച്ചു. രണ്ടാം ഘട്ടമായി ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 30 വരെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൈഗ്രന്റ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പരിശോധനയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് ഹെൽത്ത് സ്ക്രീനിംഗ് കാർഡ് വിതരണം ചെയ്യും. മൂന്നാം ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും വിവരങ്ങൾ പഞ്ചായത്തിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ക്രോഡീകരിച്ച് സൂക്ഷിക്കും. പുതിയതായി എത്തുന്ന തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്ത് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമേ ജോലിയിൽ പ്രവേശിപ്പിക്കാവൂ എന്ന നിർദ്ദേശവും യോഗത്തിൽ നൽകി. തുടർന്ന് തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും. നമ്മൾ കാഞ്ചാർ പഞ്ചായത്തിലെ ദോസ്ത് ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു പക്ഷേ ഒരു പഞ്ചായത്ത് ആ രീതിയിൽ സ്ക്രീനിങ് ഫുൾ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഒരു ജനങ്ങളുടെ മുമ്പിലേക്ക് പരിഗണിക്കുന്നത്. അതായത് നമ്മുടെ അതിർത്തിക്കപ്പുറമുള്ള സഹോദരത്തിലെ സുഹൃത്ത് എന്നുള്ള അർത്ഥത്തില് ദോസ്ത് ബിയോണ്ട് ദ ബോർഡേഴ്സ്, അതായത് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് 5 സ്ഥലങ്ങളിലായിട്ട് ഈ തൊഴിലുടമകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. അതിനുശേഷം നിങ്ങളുടെ സമീപത്തേക്ക് തന്നെ മിസ്റ്റ് എന്ന് പറയുന്ന ടീമുണ്ട്, HIV AIDS-ന്റെ ICTC ടീമുണ്ട്, അതുപോലെ തൊടുപുഴ എന്ന ടീമുണ്ട്, പൈനാങ്ങൽ. ഈ ടീമുകളും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ടീമുകൾ ഓരോ പ്രദേശത്തും ക്യാമ്പുകൾ സംഘടിപ്പിക്കും. വൈകുന്നേരം എന്തെങ്കിലും തൊഴിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു 4:30 മുതൽ ഒരു 10 മണി വരെയുള്ള സമയത്തായിരിക്കും വെക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ പുതിയ തൊഴിലാളികൾ എത്തുന്ന വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാതിരിക്കുകയോ ആരോഗ്യ പരിശോധനയ്ക്ക് ഹാജരാകാതിരിക്കുകയോ ചെയ്യുന്ന സ്ഥാപന ഉടമകൾക്കും സൂപ്പർവൈസർമാർക്കുമെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ അറിയിച്ചു. വാർഡ് മെമ്പർ ബിനു KN അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൽ ജോ പഞ്ചായത്തിലെത്തുന്ന എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്ക്രീനിംഗ് നിർബന്ധമാക്കുമെന്നും നിയമലംഘനം നടത്തുന്ന സ്ഥാപന ഉടമകൾക്കും സൂപ്പർവൈസർമാർക്കുമെതിരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ് പരിപാടി വിശദീകരിച്ചു. നികിത P. സുനിൽ, അർജുൻ S, ജയ TP, ജൂബിലി പോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.